ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു അൺബോക്സിങ് വീഡിയോ ആണ് എൻ്റെ പുതിയ ഫോസിലിൻ്റെ ജനറേഷൻ 6 സ്മാർട്ട് വാച്ച്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാച്ച് ജനറേഷൻ 5 ആയിരുന്നു, ഫോസിലിൻ്റെ തന്നെ. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഒരു വർഷം യൂസ് ചെയ്തതിന് ശേഷം അതിന് ചെറിയ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതിൻ്റെ സർവീസ് സെൻറ്റർ കൊച്ചി പോയപ്പോൾ അവർ കൊച്ചി അത് കളക്ഷൻ പോയിന്റ് മാത്രമായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ അത് 45 ഡേയ്സ് എടുക്കും അത് തിരിച്ചു വരാനൊക്കെ ആയിട്ട്. അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ ബാംഗ്ലൂർ സർവീസ് സെൻ്റർ ഉണ്ട്. സർവീസ് സെൻ്ററിൽ പോയാൽ അവിടെ നിന്ന് ഒരു വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ തന്നെ എല്ലാം റെഡിയാക്കി കിട്ടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂരിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റിച്ചു, വാച്ച് അയച്ചു കൊടുത്ത് അവൻ അത് അവിടെ നിന്ന് പോയപ്പോൾ ഈ സെയിം എൻ്റെ എൻ്റെ ജനറേഷൻ 5 വാച്ച് അവിടെ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അവരെനിക്ക് ആ വാച്ചിൻ്റെ MRP റേറ്റിലുള്ള ഒരു വൗച്ചർ എനിക്ക് തന്നു. അപ്പം തന്നെ അവനോട് പറഞ്ഞടാ, നീ അവിടുന്ന് നെക്സ്റ്റ് ജെൻ 6 അവിടെ നിന്ന് എടുത്തോ, അതിൻ്റെ എത്രയാണോ ചെറിയ എമൗണ്ട് എക്സ്ട്രാ കൊടുക്കണം, അത് തൽക്കാലം നീ കൊടുക്ക്, പിന്നെ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനത് അവിടെ നിന്ന് സെറ്റാക്കി ആ വാച്ച് എനിക്ക് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി. ഇത് ഷോറൂമിൽ നിന്ന് വാങ്ങിയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇതായുള്ളത്. കാരണം വാറണ്ടി പേപ്പർ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാനിത് റീപ്ലേസ് ചെയ്ത ഡേറ്റിന് തന്നെ എനിക്ക് അത് മുതൽ ഒരു 1 ഇയറിലേക്ക് വാറണ്ടി തന്നിട്ടുണ്ട്. അതായത് ജെൻ 5-ന് 2 ഇയർ ആയിരുന്നു വാറണ്ടി, പക്ഷേ ജെൻ 6-ന് അവർ 1 ഇയർ മാത്രമേ വാറണ്ടി കൊടുക്കുന്നുള്ളൂ. എന്തായാലും സർവീസിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിരുന്നു. അവനവിടെ പോയി ഒരു 1 അവറിനുള്ളിൽ എല്ലാം സെറ്റാക്കിയിട്ട് വന്നു. അവിടെ സർവീസ് സെൻറ്ററിൽ കൊടുത്തപ്പോൾ അവർക്ക് വാച്ച് അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ തന്നെ വൗച്ചർ കൊടുത്തു. അവിടെ തന്നെ തൊട്ട് താഴെ തന്നെയാണ് അതിൻ്റെ ഷോറൂം പോയി വാച്ച് വാങ്ങിയിട്ട് വന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട കുറേ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ കേരളത്തിൽ സർവീസ് സെൻ്റർ ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രശ്നം. ബാംഗ്ലൂരിൽ പോയപ്പോൾ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നടന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് വാച്ചിൻ്റെ ബോക്സ്, ജെൻ 6 സ്മാർട്ട് വാച്ച് ഫോസിൽ. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, വാച്ചിൻ്റെ ബോക്സിൽ എന്തൊക്കെയുണ്ട് നോക്കാം. വാച്ചിൻ്റെ ഇതിൽ ചാർജിങ് കേബിളുണ്ട്, പിന്നെ ബുക്ക്ലെറ്റ് ഉണ്ട്. ഇതാണ് നമ്മളുടെ വാച്ച്. ഇതിൻ്റെ ഡയൽ വരുന്നത് 44 mm, 22 mm സ്ട്രാപ്പ്. ഇതിന് ബട്ടൺസ് വരുന്നത് 2 പുഷ് ബട്ടണും ഒരു റൊട്ടേറ്റിംഗ് ക്രൗണും. ഈ 2 പുഷ് ബട്ടണും നമുക്ക് എന്താണോ നമ്മുടെ ഫംഗ്ഷൻ അത് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഇൻബിൽട്ട് സ്പീക്കറും മൈക്കും വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ് ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഫോണിൽ സംസാരിക്കാൻ പറ്റും. വേർഷനും ഈ വേർഷനും തമ്മിൽ, അതായത് ജെൻ 5-ഉം ജെൻ 6-ഉം തമ്മിൽ ഒരു 30% പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 4100+ എന്ന വേർഷനാണ്. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടെന്ന് വെച്ചാൽ ഡെഡിക്കേറ്റഡ് പ്രോസസ്സർ മീൻസ് കോ പ്രോസസ്സർ കൂടിയുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള അത് സ്നാപ്ഡ്രാഗണിൽ വർക്ക് ചെയ്യും. അല്ലാത്ത സമയത്ത് ഐഡിയലായി കിടക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള ഒരു സെക്കൻഡറി പ്രോസസ്സറിൽ ആണ് ഇത് വർക്ക്. അതുകൊണ്ട് നമ്മളെ ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് കൂടും. ബാറ്ററി, അതായത് വോയിസിൽ വർക്ക് ചെയ്യുന്ന വാച്ചിന് 1 to 2 days ആണ് മാക്സിമം ഇത് കിട്ടുന്നത്. അതെന്തായാലും കിട്ടും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ചെയ്ത് നോക്കാം. ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കാൻ വേണ്ടത്. ഓൺ ആയിട്ടുണ്ട്. ഫോസിൽ ഗൂഗിളിൻ്റെ വിയർ OS ആണ്, ബൈ ഗൂഗിൾ. 1.28 AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ 1 GB റാം, 8 GB സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. ടാപ്പ് ടു ബിഗിൻ, റൊട്ടേറ്റിംഗ് ഇംഗ്ലീഷ്, ഐ അഗ്രി. ഓക്കെ, മൊബൈലിൽ വിയർ OS ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുന്നത്.
ഓൾറെഡി ഞാൻ പഴയ വേർഷനിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം ഉണ്ട്. കണക്റ്റിംഗ് സെറ്റപ്പ് ടു ഫോൺ. അങ്ങനെ അത് എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. ഇതിൻ്റെ അകത്ത് വരുന്ന കണക്ടിവിറ്റി ബ്ലൂടൂത്ത് 5, GPS, NFC, വൈഫൈ, അങ്ങനെ എല്ലാ കണക്ടിവിറ്റി ഉണ്ട്. കണ്ടിന്യൂ സെറ്റപ്പ് ഓൺ ഫോൺ. സെറ്റപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് പിന്നെ ആക്സിലറോമീറ്റർ, അൾട്ടിമീറ്റർ, ആംബിയൻ ലൈറ്റ്, കോമ്പസ്, ഗൈറോസ്കോപ്പ്, ഓഫ് ബോഡി IR, ഹാർട്ട് റേറ്റ്, അങ്ങനെയുള്ള കുറേ സെൻസേഴ്സ് ഉണ്ട്. ഇപ്പം വാച്ചിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. വാട്സപ്പും കാര്യങ്ങളും മെസ്സേജൊക്കെ വന്ന് നോട്ടിഫിക്കേഷൻസൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതിൻ്റെ ഈ വെസൽസ് വലിയ വെസലായതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള വാൾപേപ്പർ ആണ് സെറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇത് ഫുൾ ഡിസ്പ്ലേ ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. കാരണം അത്രയും ഡിസ്പ്ലേ ഇല്ല അതിൻ്റെ. ഈ കാണുന്നത് ബെസലാണ് ഇതിൻ്റെ. എന്തായാലും ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള വാൾപേപ്പർ യൂസ് ചെയ്താൽ ബെറ്റർ. പിന്നെ ഇതിൻ്റെ ചാർജറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ചാർജർ ഡുവൽ സൈഡ് ചാർജിങ് ആണ്. പിന്നെ ഇത് ഹാർട്ട് മോണിറ്ററിങ്, ഹെൽത്ത്, ഇതിൻ്റെയൊക്കെ വേണ്ടിയിട്ടുള്ള സെൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് രണ്ട് സൈഡിലുള്ള രണ്ട് ചാർജർ. അതായത് ഫാസ്റ്റ് ചാർജിങ് ആണ്. 0 to 80% 30 മിനിറ്റ്സ് കൊണ്ട് ചാർജ് ആവുന്നതാണ് കമ്പനി പറയുന്നത്. അപ്പം ചാർജായി തുടങ്ങിയിട്ടുണ്ട്. പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഡൗൺലോഡിങ് ആണ്. അപ്ഡേറ്റും ചെയ്തിട്ട് എന്തൊക്കെ നോക്കാം. ഇതിൻ്റെ സ്ട്രാപ്പ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേറെ സ്ട്രാപ്പ് നമുക്ക് ഇടാൻ വേണ്ടി പറ്റും. പക്ഷേ സ്റ്റീൽ തന്നെയാണ് ബെറ്റർ. അത് ചാർജിങ്ങും അപ്ഡേഷനും നടന്നുകൊണ്ടിരിക്കട്ടെ. ഇനി എന്തായാലും ഇതിൻ്റെ യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എത്രത്തോളം ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ. പിന്നെ വാച്ച് എന്നും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. ഇതാണ് എൻ്റെയും വൈഫിൻ്റെയും വാച്ചൊക്കെ ഇട്ട് വെക്കുന്ന പെട്ടി, വാച്ച് പെട്ടി. ആ കൂട്ടത്തിലേക്ക് പുതിയൊരു വാച്ചും കൂടെ. എന്തായാലും കുറച്ചു കാലം ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിവ്യൂ ഇടാം. താങ്ക് യു for watching.